എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഫിനാൻഷ്യൽ ലിറ്ററസി സീരീസിൻ്റെ ആദ്യകാല വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ ആളുകൾക്ക് അന്നും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു പേടിയൊക്കെ നന്നേ കുറഞ്ഞിരിക്കുന്നു. ക്രെഡിറ്റ് കാർഡുകൾ അത്രത്തോളം ജനകീയമായി മാറിയിട്ടുണ്ട്. ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പണ്ടത്തേതുപോലെ ബിഗ് പർച്ചേസുകൾക്ക് മാത്രമല്ല ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇന്നൊരു ഷോപ്പിൽ, ഒരു ഗ്രോസറി ഷോപ്പിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഹോട്ടലിൽ, അല്ലെങ്കിൽ ഒരു തട്ട് കടയിലെ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ വരെ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് ഇന്ന് സാധ്യമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ദൈനംദിന ചെലവുകൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് മാനേജ് ചെയ്യുന്ന സമയത്ത് ധാരാളം ഓഫറുകളും റിവാർഡ് പോയിന്റുകളും ഒക്കെ അതിൻ്റെ കൂടെ വരാറുണ്ട്. ചില സമയത്ത് പണിയായിട്ടും വരാറുണ്ട്. ചിലവുകൾ കൂടുന്ന സമയത്ത് മന്ത്ലി ബില്ലും കാര്യമായി തന്നെ കൂടും. മന്ത്ലി ബില്ല് കാര്യമായി അങ്ങോട്ട് ഉയരുന്ന സമയത്ത് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, മിനിമം ഡ്യൂ മാത്രമാണ് അടച്ച് പോകുന്നത് എന്നുണ്ടെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വലിയൊരു ബില്ലിനെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് അടയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ മുന്നേ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ ബില്ല് വരുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കയ്യിൽ കുറേ പണമുണ്ട്, അത് ക്രെഡിറ്റ് കാർഡിലേക്ക് അടച്ചിട്ട് തിരിച്ചെടുത്താലോ, വേറെ ആവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന പണമാണ്, തിരിച്ചെടുക്കാനായിട്ട് മുന്നേ ഒന്നും സാധ്യമായിരുന്നില്ല. അങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ട്രാൻസാക്ഷൻ ഫീസും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും ഒക്കെ ആഡ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ചില ആപ്പുകളൊക്കെ വന്നു. അതിൽ റെൻറ്റ് പേയ്മെൻറ്റ്, ബ്രോക്കറേജ്, ബിസിനസ് പേയ്മെൻറ്റ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീ പേയ്മെൻറ്റ് വഴിയൊക്കെ നമുക്ക് പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു മാർഗ്ഗം വഴി വെറുതെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം എടുക്കുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാനിവിടെ പറയുന്നത്, ഞാനടക്കമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഞങ്ങൾക്ക് റെൻറ്റ് കൊടുത്തിട്ട് ജോലി സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണ്. ഞാനും വൈഫും ഇപ്പോഴും പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം ചിലവുകളുണ്ട്. ഈ ഒരു ചിലവുകളെ ഞങ്ങൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് കാർഡിൽ നിന്ന് മാനേജ് ചെയ്യും. ഞങ്ങൾക്ക് സ്റ്റൈഫൻ്റൊക്കെ വരുന്ന ആ ഒരു സമയം വരെയൊക്കെ നമുക്ക് പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ, ആദ്യ ദിവസങ്ങളിലൊക്കെ റെൻ്റ് അടയ്ക്കേണ്ടതുണ്ടല്ലോ, മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിലൊക്കെ. അപ്പോൾ അത് ക്രെഡിറ്റ് കാർഡ് വഴി മാനേജ് ചെയ്യും. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്പിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഹൗസിംഗ് ആപ്പ് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്ലേ സ്റ്റോറിലും, ഐഫോൺ ഉപയോഗിക്കുന്ന iOS ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് ആപ്പ് സ്റ്റോർ ആയതുകൊണ്ട് ഞാൻ ആ ഒരു രീതി കാണിച്ചു തരാം. ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ housing.com എന്ന് സെർച്ച് ചെയ്യുക. ഹൗസിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ 3 ഓപ്ഷനാണ് വരുന്നത്: ഹോം സെർച്ച്, പേ ഓൺ ക്രെഡിറ്റ്, സെൽ റെൻറ്റ് യുവർ പ്രോപ്പർട്ടി. കൂടുതലായും ആളുകൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയൊക്കെ സെല്ല് ചെയ്യാനായിട്ടും റെൻറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് താമസിക്കാനായിട്ട്, വാടകയ്ക്ക് താമസിക്കാനായിട്ട് വീട്, അതേപോലെ തന്നെ പേയിങ് ഗസ്റ്റ് ഫെസിലിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു ആപ്പിൽ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഇന്ന് ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സെൻട്രലുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, പേ ഓൺ ക്രെഡിറ്റ്. പേ വിയ ക്രെഡിറ്റ് കാർഡ് എന്ന ടൈറ്റിലിൽ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് വന്നു. ഹൗസ് റെൻറ്റ്, പോപ്പുലർ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റുന്നത് ഹൗസ് റെൻറ്റ് പേ ചെയ്യാൻ വേണ്ടിയാണ്. ഓഫീസ് റെൻ്റ് ഉണ്ട്, മോർ കാറ്റഗറീസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഫീസ് ഉണ്ട്, ട്യൂഷൻ ഫീസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ഫീ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 20% ഓഫ് എന്നുള്ള ഒരു ഓഫർ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിന്ന് എഡ്യൂക്കേഷൻ ഫീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. റെൻറ്റ് പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾ പണം നിങ്ങളുടെ ലാൻഡ് ലോഡിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് റെൻറ്റ് അഗ്രിമെൻ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ലാൻഡ് ലോഡിൻ്റെ പാൻ നമ്പറും കൊടുക്കേണ്ടി വരും. എഡ്യൂക്കേഷൻ ഫീ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും പാൻ നമ്പർ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എഡ്യൂക്കേഷൻ ഫീ ആയിട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളായിരിക്കുമല്ലോ, നമ്മുടെ സ്വന്തത്തിലുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഫീ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഫീ എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. അത് മുഴുവനായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്പ് വഴി പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്താണ് ഈ ഒരു ആപ്പിൻ്റെ ഉദ്ദേശം, എന്താണ് ഇതിൻ്റെ സൗകര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകാം. അവിടെയാണ് നമ്മൾ എത്ര തുകയാണ് അയച്ചു കൊടുക്കേണ്ടത് എന്ന് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 5000 രൂപയാണ് അയച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 5000 എന്ന് എൻ്റർ ചെയ്തു. 5000, 10000, 15000 മുതൽ നമുക്ക് 75000 രൂപ വരെയുള്ള തുകകൾ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തുക എൻ്റർ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ പണം അയക്കുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതേപോലെ തന്നെ IFSC കോഡ്, അക്കൗണ്ട് ഹോൾഡറുടെ നെയിം എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചില സമയങ്ങളിൽ ആ ഒരു അക്കൗണ്ട് ഹോൾഡറുടെ പാൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ ഡീറ്റെയിൽസ് കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ഓർക്കുക, നമ്മൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഡയറക്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതിനകത്ത് ഒരു അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട്. അക്കൗണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക?
ഫോൺ നമ്പർ ചോദിക്കും. ആ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ID പ്രൂഫിലൊക്കെ ഉള്ള നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഞാൻ താഴെ നൽകിയിരിക്കുന്ന ഒരു ഇൻവൈറ്റ് കോഡുണ്ട്, EN15. ആ ഒരു കോഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര രൂപ ഈ ഒരു കോഡ് എൻ്റർ ചെയ്തത് വഴി സേവ് ചെയ്തു എന്ന് അവിടെ എഴുതി കാണിക്കും. അതിൻ്റെ താഴെ ടോട്ടൽ പേ 4872 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ചിലവാകുന്ന ഫൈനലി പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിലവാകുന്ന ഒരു തുകയാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ഫീ അടക്കം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പേ ചെയ്യേണ്ടതുണ്ട്. ഇത് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് റീഫണ്ട് ആയിട്ട് ലഭിക്കുകയാണ്. അടുത്ത തവണ നിങ്ങൾ അയക്കുന്ന സമയത്ത് അത് കുറച്ച് അയക്കാം, കാരണം വാലറ്റിൽ ആ ഒരു പണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ നെയിം, അതേപോലെ തന്നെ CVV സെക്യൂരിറ്റി നമ്പർ, അതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം ഡെബിറ്റ് ആവും. ഈ ഡെബിറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് സെക്കൻഡിൽ നിങ്ങൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആവാറില്ല. എപ്പോൾ പണം ക്രെഡിറ്റ് ആവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ ഒരു ടൈമും അതേപോലെ തന്നെ ഡേറ്റും ഒക്കെ ഈ ഒരു ട്രാൻസാക്ഷൻ സക്സസ് ആയതിനു ശേഷം മുകളിൽ എഴുതി കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടി പണം അയച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു മാർഗ്ഗം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ ആവശ്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 ദിവസമൊക്കെ മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യ സമയത്ത് തന്നെ പണം അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ സക്സസ് ആയ ആ ഒരു വിൻഡോയിൽ ഒരു ക്യാഷ് ബാക്ക് കാർഡ് കിടപ്പുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണ് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തിയതിലൂടെ ക്യാഷ് ബാക്കായി കിട്ടിയത് എന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ബാക്കായി വാലറ്റിലേക്ക് ആഡ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ട്, പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ആഡ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് കുറച്ചിട്ട് അടുത്ത തവണ നിങ്ങൾ പണം അയച്ചാൽ മതി. നിങ്ങൾ 5000 രൂപയാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്കായി കിട്ടിയിരിക്കുന്ന തുക, അതായത് 39 രൂപയാണെന്നുണ്ടെങ്കിൽ 5000 മൈനസ് 39 അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയച്ചാൽ മതി. എങ്ങനെ നോക്കിയാലും ഫസ്റ്റ് ടൈം യൂസേഴ്സ് പണം അയക്കുന്നത് വളരെയധികം ലാഭകരമായിട്ടുള്ള അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഫീ കൊടുക്കേണ്ടതില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നീടുള്ള ട്രാൻസാക്ഷൻസിനൊക്കെ എല്ലാ ആപ്പുകളെയും പോലെ തന്നെ വളരെ മിനിമലായിട്ടുള്ള ഒരു ഫീ ഈടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി.